മകളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ അനേകാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. വലിയ വിടുതലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം കുടുംബങ്ങൾ ഇന്ന് പല വിധത്തിലെ ഭയങ്ങൾക്കും ദുഃഖങ്ങൾക്കും രോഗങ്ങൾക്കും കടക്കണികൾക്കും ഒക്കെ അടിമകളാണ്. ഇപ്രകാരം ഭയത്തിലായിരിക്കുന്ന സർവ്വമക്കളോടുമായി ഇതാ ഈശോ നിൻ്റെ മുമ്പിൽ വന്ന് പറയുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം വാക്യം. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. മകളെ, യേശുവിലുള്ള ദൃഢമായ വിശ്വാസം വഴി നിന്റെ കുടുംബത്തെയും സാത്താൻ്റെ സ്വാധീന വലയത്തിൽ നിന്നും രക്ഷ നൽകാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഓർക്കണം, മനുഷ്യൻ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് സാത്താൻ ഏതെങ്കിലും വിധത്തിൽ അവൻ്റെ പണി തുടങ്ങും. നേരിട്ടോ അല്ലാതെയോ. കൈനോട്ടം, ആഭിചാരം, ക്ഷുദ്രപ്രയോഗം, മന്ത്രവാദം, ഏലസ്, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, വ്യഭിചാരം, ലൗകിക വൈകൃതങ്ങൾ, വെറുപ്പ്, അനീതി തുടങ്ങിയ സാത്താൻ്റെ പ്രവൃത്തികളുമായിട്ടുള്ള ബന്ധം ഏതെങ്കിലും വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ ഉണ്ടെങ്കിൽ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറാക്കുക. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളെ എനിക്കറിയാം, ചില കുടുംബങ്ങളെ അറിയാം, ചില കുഞ്ഞുങ്ങളെ അറിയാം. ഭയത്തിൻ്റെ കൂടാണ് ചിലവർ. ദുഃഖം കൊണ്ട് പുറത്തു കിടക്കാൻ പറ്റാത്തവർ, ഉത്കണ്ഠ കൊണ്ട് വേദനിക്കുന്നവർ, അപകർഷതാബോധമുള്ളവർ, വിട്ടുമാറാത്ത രോഗപീഠയുള്ളവർ, മാനസിക രോഗമുള്ളവർ, രാത്രി കിടന്നാൽ ഉറക്കമില്ലാത്തവർ, അശ്ലീലമായ സ്വഭാവങ്ങൾക്ക് അടിമകളായവർ, പാപകരമായ തെറ്റായ ചില ബന്ധങ്ങളുള്ളവർ. ഇതിനെ കർത്താവിന് ഇതിന്ന് വിടുതൽ നൽകാൻ സാധിക്കും. പിശാചുമായിട്ടുള്ള ബന്ധം തകർക്കാനായിട്ട് ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിക്കുക. വചനം സൗഖ്യം നൽകട്ടെ, വചനം വിടുതൽ നൽകട്ടെ, വചനം മാനസാന്തരം നൽകട്ടെ, വചനം അഭിഷേകം നൽകട്ടെ, വചനം സമാധാനം നൽകട്ടെ. അതുകൊണ്ട് വചനമാണ് സാത്താനെ കെട്ടുകെട്ടിക്കാനായിട്ടുള്ള മുഖ്യമായിരിക്കുന്ന ആത്മീയ ആയുധമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ വചനം അനേക മക്കളിലേക്ക് ഷെയർ ചെയ്യാൻ ദൈവം നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ യേശു നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.